ഗുഡ് ഈവനിങ്. ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രഥമ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള മാച്ച് നമ്പർ 7 സ്വാഗതം. കാലിക്കറ്റ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹീന്ദ്ര സൂപ്പർ ലീഗിന്റെ 7ാമത് മത്സരത്തിൽ ഇന്ന് കാലിക്കറ്റ് FC ഫോർസ കൊച്ചി FCക്കെതിരെയാണ് ഏറ്റുമുട്ടുന്നത്. പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള കാലിക്കറ്റ് FC എവേ ടീമായ ഫോർസ കൊച്ചിക്കെതിരെയാണ് കളിക്കാൻ ഒരുങ്ങുന്നത്. ഫോർസ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 5ാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ അവരുള്ളത്. ആകെ 2 മത്സരങ്ങൾ ഇരുവരും കളിച്ചു കഴിഞ്ഞു ഓൾറെഡി. കാലിക്കറ്റ് FCയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം തിരുവനന്തപുരം കൊമ്പൻസിനെതിരെയായിരുന്നു. പ്രസ്തുത മത്സരത്തിൽ 1-1 സമനില വഴങ്ങി. 2ാം മത്സരത്തിൽ 3-0 എന്ന സ്കോർ നിലയിൽ മലപ്പുറം FCയോട് അവരുടെ തട്ടകത്തിൽ മികച്ചൊരു വിജയം കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചു. നേരെ മറുപുറത്ത് ഫോർസ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ മലപ്പുറം FCക്കെതിരെ 2 ഗോളിന്റെ തോൽവിയായിരുന്നു ഫലം. ഹജ്മലിനെയാണ് ഇന്ന് കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേക്കുറിച്ച് നമുക്ക് കാര്യമായ രീതിയിലുള്ള ഒരു ചർച്ച തന്നെ ഈ ഒരു അവസരത്തിൽ ആവശ്യമുണ്ട്. എന്തായാലും we are moving on to the match. Mahindra Super League Kerala 2024 match number 7 at EMS Corporation Stadium കോഴിക്കോടും അതുപോലെ തന്നെ കൊച്ചിയും തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്ക് കാലിക്കറ്റ് FC വേഴ്സസ് ഫോർസ കൊച്ചി FC മത്സരത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ, എന്നോടൊപ്പം ബിനീഷ് കിരൺ. ശ്രീനാഥ്, ഇന്ന് കാലിക്കറ്റ് FCയുടെ ആ ടീം ലൈനപ്പ് നമുക്ക് നോക്കിയാൽ ആ സെയിം ടീമിനെ തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ വെച്ച് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായി കൊച്ചിയിൽ എത്തിച്ചേർന്നത് എത്രത്തോളം ആരാധകരാണ്. ഓൾമോസ്റ്റ് ആ ജയലൻ സ്റ്റേഡിയം മുഴുവൻ ആരാധകരുണ്ടായിരുന്നു. ആ ആരാധകർക്ക് വേണ്ടി മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട് ഫോർസ കൊച്ചി FC. നേരെ മറുപുറത്ത് തിണ്ണമിടുക്ക് കാണിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ് കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാലിക്കറ്റിന്റെ നല്ലൊരു മുന്നേറ്റം. അവിടെ പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ട് പുറത്ത് നിന്ന് ഒരു ഷോട്ട് ഉതിർക്കാനുള്ള ശ്രമം. കൃത്യമായി അവിടെ ഹജ്മലിന്റെ കൈകളിലേക്ക് ആ പന്ത് അടിച്ചെത്തിക്കുകയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ കൗണ്ടർ അറ്റാക്ക് നടത്തിയ ജിജോ വീണ്ടും കൗണ്ടർ അറ്റാക്ക് നമ്മൾ വീണ്ടും 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. ജിജോയുടെ നല്ല മുന്നേറ്റമായിരുന്നു. പക്ഷേ ജിജോന് ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സേഫ്റ്റിനെസ് കൂടുതൽ കാണിക്കുന്നത് എന്തായാലും ഫോർസ കൊച്ചിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 40 മിനിറ്റുകളിൽ 0-0 സമനിലയാണ് എങ്കിൽ കൂടി നല്ല മുന്നേറ്റങ്ങൾ, നല്ല പ്രോമിസിംഗ് ആയ അറ്റാക്കുകൾ കൂടുതൽ നടത്തിയത് എന്തായാലും ഫോർസ കൊച്ചി FC ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അബ്ദുൽ ഹക്കു നേരെ ബാക്ക് പാസ് കളിക്കുകയാണ് നേരെ പുറകിലേക്ക്. അല്പം കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കളത്തിൽ കാണുന്നത് കാലിക്കറ്റ് FC ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഓരോ യൂണിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്പം ഡിസിപ്ലിൻഡ് ആണ്. ഗനി അഹമ്മദ് നിഗം, ഇദ്ദേഹത്തിന്റെ പേര് എങ്ങനെയാണ് നമ്മൾ സ്കോർ ഷീറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതൊന്ന് പറയൂ മിസ്റ്റർ ബിനീഷ് കിരൺ പ്ലീസ്. കഴിഞ്ഞ മത്സരത്തിലും അതിന് മുൻപത്തെ മത്സരത്തിലും ഗനി അഹമ്മദ് നിഗത്തിന്റെ ഗെയിം ഇൻവോൾവ്മെന്റ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആദ്യ മത്സരത്തിൽ ഒരു അസിസ്റ്റും 2ാമത്തെ മത്സരത്തിൽ 2 ഗോളുകളും നേടിയ ഈ താരം 3ാം മത്സരത്തിലെ 41ാമത് മിനിറ്റിലേക്ക് വരുമ്പോൾ കാലിക്കറ്റ് FCയെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇറ്റ്സ് കാലിക്കറ്റ് FC 1 കൊച്ചി ഫോർസ കൊച്ചി FC 0 ഹിയർ. ഗനി അഹമ്മദ് നിഗം അദ്ദേഹത്തിന്റെ ഗോള്, ആദ്യ ഗോള് മനോഹരം, 2ാമത് നേടിയ ഗോള് അതിമനോഹരം, 3ാമത്തെ ഗോള് ഗംഭീരം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ഗനി വീണ്ടും മുന്നോട്ടേക്ക് കയറി വന്നതിന് ശേഷം അവർ സർപ്രൈസ് വിസിറ്റ് ആണ്. എപ്പോഴൊക്കെ ഗനി മുന്നോട്ടേക്ക് വന്നിട്ടോ അതെല്ലാം അപകടത്തിലേക്കാണ്. വീണ്ടും കൗണ്ടർ അറ്റാക്കിലെ അവരുടെ ആ ടീമിന്റെ കാലിക്കറ്റ് FCയുടെ പേസ്. മറുവശത്ത് നിജോ കൃത്യമായി പെനാൽറ്റി ഏരിയക്കകത്തേക്ക് കടന്നു കയറാനുള്ള കൃത്യമായ നല്ലൊരു ശ്രമമാണ് ഡിജോയുടെ ഭാഗത്തുനിന്ന്. പക്ഷെ കൃത്യമായ ഡിഫെൻഡിങ് 1ാം തരമായി വെട്ടി വീഴ്ത്തുകയാണ് ആ ഒരു അവസരത്തെ. ആദ്യമായിട്ടാണ് കാലിക്കറ്റ് FCയുടെ ഡിഫൻസിന്റെയും ഗോൾ കീപ്പറുടെയും ഇടയിലേക്ക് ഒരു ബോൾ വരുന്നത്. കുറച്ചുകൂടി അദ്ദേഹത്തിന് മുന്നിലേക്ക് നല്ലൊരു സ്പേസ് കണ്ടെത്താൻ ഇനി 2ാം പകുതിയിൽ സാധിക്കത്തക്കവണ്ണമാണ് കോച്ച് മരിയോ ലിമാസ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു ടാക്ടിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ വളരെ കൃത്യമായി കംപ്ലീറ്റ് ചെയ്തത് 1ാം പകുതിക്ക് ശേഷം. റഫേൽ അഗസ്റ്റോയുടെ കാലുകളിലേക്കാണ് പന്ത്. നേരത്തെ സൂചിപ്പിച്ച താരം ബോൾ കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നതിൽ വളരെ മികവുള്ള ഒരു താരം തന്നെയാണ് റഫേൽ അഗസ്റ്റോ. അദ്ദേഹത്തിന്റെ ഫിസിക് കൃത്യമായി യൂസ് ചെയ്ത് ഒരു അപ്പിയറൻസ് തന്നെ കാണാം. വളരെ മികച്ച രീതിയിലുള്ള നല്ല ടോളായ നല്ല ഫിസിക്കുള്ള ഒരു താരം. അദ്ദേഹത്തെ തടുത്തു നിർത്താൻ അദ്ദേഹം ഒരു ഫസ്റ്റ് ഗിയറിൽ നിന്നും ഒരു സെക്കൻഡ് ഗിയറിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായും
കാലിക്കറ്റ് FC പേടിക്കേണ്ടതായുണ്ട്. ലോങ് റേഞ്ച് ഷോട്ടുകളിലൊക്കെ ഒരുപാട് നല്ല ഗോളുകൾ സ്കോർ ചെയ്യാൻ താല്പര്യമുള്ള അതുപോലെ തന്നെ കഴിവുള്ളൊരു താരമാണ് റാഫേൽ അഗസ്റ്റോ. ബ്രിട്ടോ PM ബ്രിട്ടോയുടെ അകത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണോ ഇത്തവണ? ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്ന് ചെറുതായി ഒന്ന് സ്ലിപ്പായി പോയി ആ പന്ത്. പക്ഷെ ഒടുവിൽ അജ്മൽ അതിനെ കൃത്യമായി കൈപ്പിടിയിലേക്ക് ഒതുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഈ മത്സരത്തിൽ ബ്രിട്ടോ നടത്തിയ ആദ്യത്തെ മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇടത് കാലുകൊണ്ടുള്ള ഒരു ലോ ക്രോസ് ആയിരുന്നു. ഗോൾ കീപ്പർ അത്യാവശ്യം മുന്നിലേക്ക് വരാൻ സാധിച്ചില്ല. വീണ്ടും ഇടതുവശത്ത് നിന്ന് തന്നെയുള്ള മുന്നേറ്റം. മറ്റൊരു കോർണറിനായാണ് തയ്യാറെടുക്കുന്നത്. എന്തായാലും കാലിക്കറ്റ് FC. ഗനി അഹമ്മദ് നികത്തിന്റെ കോർണർ എക്സലന്റ്, ഒന്നാന്തരമായി എടുത്തു. കൃത്യമായി അദ്ദേഹത്തിന്റെ ആ ഒരു താരത്തെ കണ്ടെത്താൻ അവിടെ പെനാൽറ്റി ഏരിയക്കുള്ളിൽ സാധിച്ചു. പക്ഷെ പെനാൽറ്റി ഏരിയക്കകത്ത് 5 താരങ്ങളുണ്ട്. ഫോർസ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം ക്യാപിറ്റലൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കണം. ഓ, റാഫേൽ അഗസ്റ്റോ മാൻ, മറ്റൊരു മനോഹരമായ സേവ്. എക്സലന്റ് പീസ് ഓഫ് ഫുട്ബോൾ. മനോഹരമായ ഫുട്ബോൾ തന്നെ കാഴ്ചവെക്കുന്നു. നല്ല ഡിഫൻസീവ് ഓറിയന്റേഷൻ. Again, back to back saves. നിജു ഗിൽബർട്ട് പെനാൽറ്റി ഏരിയക്കകത്ത് ഇപ്പോഴും അപകടമായി. ആ പന്ത് മുന്നിൽ തന്നെയുണ്ട്. വീണ്ടും കർവ് ചെയ്ത് പന്ത് അകത്തേക്ക്. ഒടുവിൽ ആ പന്ത് ടച്ച് ലൈൻ കഴിഞ്ഞ് ഗോൾ ലൈൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന കാഴ്ച. വാട്ട് ആൻ എക്സലന്റ് പീസ് ഓഫ് ഡിഫൻഡിങ്. അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പാകപ്പിഴ അവിടെ ആദ്യ ക്ലിയറൻസിൽ ഉണ്ടായിരുന്നു. സ്റ്റൈൽ ഓഫ് പ്ലേക്ക് കൃത്യമായ രീതിയിൽ ഗോളിന് അവസരം കിട്ടിയില്ല എന്ന് പറയരുത്. നേരത്തെ നിജോന് കിട്ടിയ അവസരമൊക്കെ മികച്ച ഒരു അവസരം തന്നെയായിരുന്നു. ഫ്ലാങ്ക് ഉപയോഗിച്ച് ക്രോസുകൾ വരുന്നുണ്ട്, കൃത്യമായി അത് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചിട്ട് ഞാൻ വീണ്ടും ഡോറിൽട്ടൺ അദ്ദേഹത്തിന്റെ ആ സ്കോർ ചെയ്ത മനുഷ്യനെ ഒന്ന് കാണുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ പേസ് എത്രത്തോളം മികവുറ്റ രീതിയിലാണ് കളിക്കളത്തിലേക്ക് കടന്നു വരുന്നത് എന്നത് നമ്മൾ എടുത്തു സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ആ എടുത്തു സൂചിപ്പിച്ച പേസ് കൊണ്ടുവന്ന താരത്തിൽ നിന്ന് തന്നെ മത്സരത്തിൽ ഫോർസ കൊച്ചി FC ഒരു ഗോൾ കരസ്ഥമാക്കി സമനില നേടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിനീഷ് കിരൺ, ഒരു ഗോൾ ഞാൻ മണക്കുന്നുണ്ടായിരുന്നു. ആ ഗോളിലേക്ക് എത്താൻ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഫോർസ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നു. യെസ്, ഇത് ഈ കയ്യടി കോച്ചിന് നൽകാനുള്ളതാണ്. കാരണം ആ സബ്സ്റ്റിറ്റ്യൂഷനിലെ 2 താരങ്ങളാണ് അവിടെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഫെഫിലോ മികച്ച ഒരു ക്രോസ്, അതിനുശേഷം വളരെ ടൈമിങ്, ആ ഹെഡറിന്റെ ടൈമിങ്. കാലിക്കറ്റ് FCയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഗ്രസീവ് ഫുട്ബോൾ ബിനീഷ് ഏട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ കളിച്ചു. പക്ഷെ അവർക്ക് ഗോളുകൾ നേടാൻ സാധിച്ചില്ല. കളിച്ചത് കാലിക്കറ്റ് ആണെങ്കിലും അടിച്ചത് ഫോർസ കൊച്ചിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീ കിക്കാണ്. മത്സരം അവസാനിക്കുകയാണ്. ആവേശോജ്വലമായ രീതിയിൽ മികവുറ്റ രീതിയിലുള്ള ഒരു മത്സരം കൂടി അവസാനിക്കുമ്പോൾ പ്രഥമ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള 2024 മാച്ച് നമ്പർ 7 വിരാമം EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ് വെച്ച് നടന്ന ആവേശോജ്വലമായ മത്സരത്തിൽ കാലിക്കറ്റ് FC ഫോർസ കൊച്ചിയുമായി കൊമ്പ് കോർത്തുകൊണ്ട് 1-1 സമനിലയിൽ മത്സരം അവസാനിപ്പിച്ചു. മരിയോ ലിമാസിന്റെയും ഇയാൻ ആൻഡ്രൂ ഗിലിയന്റെയും കുട്ടികൾ തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ 1-1 സമനിലയിൽ അവസാനിക്കുകയാണ്. ഓരോ പോയിന്റുകൾ വീതം പങ്കിട്ടെടുത്തുകൊണ്ട് 2 മികവുറ്റ ടീമുകൾ. ഒരു പോയിന്റിൽ അവർ ഹാപ്പി ആയിരിക്കും. കാലിക്കറ്റിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരാധകർ കളിക്കളത്തിന് പുറത്തേക്ക് കടന്നു വന്നിരുന്നു. ഫുൾ ടൈം സ്റ്റാറ്റ്സിലേക്ക് കടക്കാം. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള ഫുൾ ടൈം സ്റ്റാറ്റ്സ്. EMS കോർപ്പറേഷൻ സ്റ്റേഡിയം ബോൾ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ കൈവശം വെച്ചത് ഫോർസ കൊച്ചി FC ആണ്.